back to my YouTube channel. This is Krishna Priya and you are watching Priya Talents. നമ്മളപ്പം അതുപോലത്തെ ടൈം ടേബിൾ ചെയ്യാൻ വേണ്ടിയാണ് ആ പേപ്പർ എടുത്തത്. പക്ഷെ ചെയ്ത് ടൈം ടേബിൾ ഒന്നും ആയി. അതിന് പകരം നമുക്കൊരു ബുക്ക് ഉണ്ടാക്കിയാലോ. അപ്പം നമ്മളത് ഫോൾഡ് ചെയ്ത് നമുക്ക് പറ്റുന്നത്ര ഫോൾഡ് ചെയ്ത് എന്തോരം സൈസാണോ വേണ്ടത് അത്രയും ഫോൾഡ് ചെയ്ത് എനിക്ക് കുറച്ച് ഏറ്റവും മിനി ആയിട്ടുള്ള ഞാൻ ട്രൈ ചെയ്തതാണ്. അപ്പം ഞാൻ അത്യാവശ്യം കുഞ്ഞായിട്ടാണ് മടക്കിയത്. ഇത്രയുള്ള ഞാൻ ഫോൾഡ് ചെയ്തത്. നമ്മളത് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. നമുക്ക് എന്താ കൂടിയിരിക്കേണ്ട ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം എല്ലാവരുടെയും വീട്ടിൽ ഒരു കല്യാണക്കുറി കാണും. നല്ല ഭംഗിയുള്ള ഒരു ഭാഗം അതിൽ നിന്ന് എടുക്കുക. അപ്പം എനിക്കാണെങ്കിൽ കല്യാണം ഈയിടെ കഴിഞ്ഞ ഒരു കല്യാണക്കുറി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടത് എനിക്ക് അത് മാത്രമല്ല നല്ല സ്മെല്ലുണ്ടായിരുന്നു. കൂടെ നല്ല ഭയങ്കര രസമായിട്ടുള്ളൊരു കല്യാണക്കുറിയായിരുന്നു നമ്മളത്. ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്ത് കളയുക. എന്നിട്ട് നമ്മൾ അതിനകത്ത് അത് ഒന്ന് ഫോൾഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ ഈ പേപ്പർ നമ്മൾ ഒരുമിച്ച് യോജിച്ചിട്ട് നമ്മുടെ പശയും വെച്ച് അതിനകത്ത് ഒന്ന് സ്മഡ്ജ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു കല്യാണക്കുറിനകത്തും കൂടെ കുറച്ചാക്കിയിട്ട് നമ്മൾ ഒട്ടിക്കുക. ആദ്യം ഞാൻ ചെയ്തപ്പോൾ കല്യാണക്കുറി ചെയ്യാൻ മറന്നുപോയി. സോ അപ്പോൾ നമ്മൾ ചെയ്ത് തന്നപ്പം അത് സത്യം പിന്നെ കുളമായിപ്പോയി. എന്നിട്ടത് ആദ്യത്തെയൊക്കെ പറഞ്ഞു തന്നു. നിങ്ങൾ ഫുള്ളതൊന്ന് കണ്ടു നോക്ക്. അത് പറഞ്ഞെല്ലാം വന്നു, കയ്യിലേക്ക് വന്ന് ചാടി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇതിനകത്ത് ഞാൻ കല്യാണക്കുറിയിലേക്ക് ഞാൻ അത് സ്പ്രെഡ് ആക്കിയില്ല. പക്ഷെ ഞാൻ ഇട്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. കണ്ടോ, നിങ്ങൾ കണ്ടോ? അത് പറഞ്ഞ് കൈ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഒത്തിരി തവണ കൈ വന്നു. അതുകഴിഞ്ഞിട്ട് ഒത്തിരി കട്ട് ചെയ്താണ് കേട്ടോ ഞാൻ ഇത്ര ആക്കിയത്. അപ്പം നമ്മളതിനകത്ത് പശ നമ്മൾ വിടർത്തിയൊക്കെ നോക്കിയത്. അപ്പോഴാണ് കയ്യിൽ കയറി വന്നത്. അപ്പം നമ്മൾ അതെല്ലാം മാറ്റിയിട്ട് ഒന്നും കൂടെ അതിനകത്ത് പശ തേച്ച് ഒന്നും കൂടെ നമ്മുടെ കല്യാണക്കുറി ഒന്നും കൂടെ അല്ല, ആദ്യമായിട്ടൊന്ന് കല്യാണക്കുറിയിൽ തേച്ചു. പശ തേച്ചിട്ട് നമ്മളൊന്ന് സ്മഡ്ജ് ചെയ്തിട്ട് വെച്ചപ്പം അത്യാവശ്യം ഒന്ന് സെറ്റായി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന് കുറച്ച് നേരം എടുത്താലും കുറച്ച് നല്ല ഭംഗിയാവത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. മീൻസ് വിടർന്നു വരത്തുള്ളൂ. നമ്മൾ അടുക്കി അതിനകത്ത് ഒട്ടിച്ച് വെച്ചപ്പം ഞാൻ വിചാരിച്ചു അപ്പം തന്നെ സെറ്റാവുമെന്ന്. ഞാൻ ഇതുണ്ടാക്കിയിട്ടില്ല. അപ്പം നമ്മൾ സെറ്റാക്കി നമ്മൾ അടച്ചൊക്കെ നോക്കി, ആയേയില്ല. 5-6 മിനിറ്റ് തന്നെ വെയിറ്റ് ചെയ്തു എന്തേലും ആവുമോ എന്നറിയാൻ വേണ്ടി. നോക്കിയപ്പോൾ അത് സെറ്റായി വന്നു. പെർഫെക്റ്റായി വന്നു, വിടർന്നെല്ലാം വന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. അപ്പം നമ്മൾ ഇങ്ങനത്തെ കുട്ടി ഐറ്റംസൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനത്തെ മസ്റ്റായിട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ട സാധനമാണ്. നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് വെക്കേണ്ട ഒരു സാധനം തന്നെയാണ് കല്യാണക്കുറി. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഭംഗിയുള്ളതാണെങ്കിൽ ഒന്നും പറയാനില്ല. അത്ര നല്ല എനിക്ക് കിട്ടിയ കല്യാണക്കുറി അതിൽ നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടാണ്. ഞാനത് സ്വന്തമാക്കി എടുക്കാൻ വരെ വിചാരിച്ചതാണ്. പിന്നെ കല്യാണക്കുറി ആയിട്ടെങ്കിലും സ്വന്തമാക്കി അല്ലെങ്കിൽ നമ്മുടെ തന്നെയാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടാണ്. നിങ്ങൾ ഫ്രണ്ടൊക്കെ കണ്ടോ, നല്ലപോലെ വിടർന്ന് വന്നിട്ടോ. ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ്. എനിക്ക് അറിയാമെന്നല്ല, ഞാൻ പറ്റുന്ന അത്ര ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ആൻഡ് ബൈ. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ മാത്രമല്ല അല്ലാത്ത ഒത്തിരി ഐറ്റംസ് നല്ല ഭംഗിയുള്ള ഇതുപോലത്തെ നമ്മുടെ ഇൻവൈറ്റിംഗ് കാർഡ്സിലൂടെ നമുക്ക് ഒത്തിരി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്നും കളയരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. അടുത്ത വീഡിയോ വരെ കാണാൻ. ബൈ.